അവര് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടായി മുന്നിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പൊ ചേട്ടായി എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് ഓക്കെ, കുഴപ്പമില്ല, ഒരാൾക്ക് വീടുണ്ടാവണം, അത്രയും നല്ല കാര്യമല്ലേ. അപ്പൊ ചേട്ടയുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊരു പകുതി പോലും ആയില്ലല്ലേ, അതിന് മുന്നേ തന്നെ സ്റ്റാർട്ടിങ് ആയപ്പോ തന്നെ എല്ലാവരും അവരവരുടേതായ എന്തോ പ്രശ്നങ്ങൾ കാരണം എങ്ങനെയും അത് നമുക്ക് അറിയില്ല. അത് അവര് പോയി. എന്ത് കാര്യമാണ് ഇപ്പൊ ഇതിന്റെ കാര്യമാണെന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വീട് പണിത് കൊടുക്കാം. ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. അതെ. അപ്പൊ ഇത് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് വിട്ട് മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ചിലപ്പോ ഇത് നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല. നമ്മളോട് പറഞ്ഞവരെല്ലാവരും കൈ മലർത്തി, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ചേട്ടൻ പറഞ്ഞ പിന്നെ നമ്മളെ സഹായിച്ചേക്കാണ്. ഇതിന് സഹായിച്ചൊന്ന് ധർമ്മജൻ ആദ്യം തന്നെ 10,000 രൂപ ധർമ്മജൻ തന്നത്. അപ്പൊ എല്ലാവരും പിരിവെന്നുള്ളതിൽ നിൽക്കുമ്പോ പിന്നെ ഒരാളൊരു 5,000 വന്നു. പിന്നെ പാണ്ഡവാസം നാടൻ പാട്ടുണ്ട്, അവര് പാടിയിട്ട് 1,00,000 മേടിക്കുന്നു. അങ്ങനെ 1,15,000 രൂപയാണ് പുറത്തുനിന്ന് ഫണ്ടായിട്ട് അവർ തന്നു. എല്ലാവരും കൂടി ചെയ്യാന്ന് പറഞ്ഞ കാര്യം അവസാനമായപ്പോ പിന്നെ അവരോട് നമ്മൾ ചോദിക്കുന്ന കാര്യം, എല്ലാവരും ചേട്ടനെ പോലെ നമ്മളെല്ലാവരും സാധാരണ കലാകാരന്മാരാണ്. അപ്പൊ അവരെ അന്നു ജീവിച്ച് കൊണ്ടുവന്നിട്ട് വേണം അവർക്കും ജീവിക്കാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് അവരോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെ. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു തീർക്കാം. അപ്പൊ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ, നമുക്ക് ചിലപ്പോ എന്റെ കയ്യിൽ നിൽക്കില്ല, അപ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട് വിൽക്കണ ഒരു ഇതിലേക്ക് ചിലപ്പോ വരൂട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത് പകുതി വെച്ച് നിർത്താൻ പറ്റില്ല. കാരണം മറ്റുള്ളവരെ മുന്നിട്ട് വന്ന ആൾക്കാരും ആർക്കും അറിയില്ല. പറയുമ്പോഴേക്കും എന്താ പാഷാണം ഷാജി എന്ന് വെച്ചാൽ ഇവിടെ വലിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ ആ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആൾക്കൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ മാറിക്കളഞ്ഞാലും നമ്മൾക്ക് മാറാൻ പറ്റില്ല. ചേട്ടായി മുന്നിട്ട് നിൽക്കണല്ലേ. അപ്പൊ എന്തായാലും ബാനർ വരുമ്പോ പാഷാണം ഷാജി എന്നുള്ളൊരു ഇതിലേ വരുള്ളൂ. അപ്പൊ പറയാണ്ട, അവൻ വന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തു കൊടുത്തില്ല, അങ്ങനെ ഒരു വരുമല്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. ബാധ്യത വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചെയ്ത് കഴിയുമ്പോൾ അന്നേരം നമ്മൾ കോവിഡ് കഴിഞ്ഞ വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കണല്ലേ. അപ്പോൾ സിനിമ കുറവ്, ഇത് കുറവ്, പിന്നെ അതിനിടയ്ക്ക് ചുണ്ട അമ്മക്ക് വയ്യായിരിക്കണം, അതിന്റെ എല്ലാം കൂടി ഒക്കെ എനിക്കറിയാം ബാധ്യത വരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കാൻ ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു ഞങ്ങൾ തന്നെ നിന്ന്. ഞാൻ രാവിലെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കോവിഡും കാര്യങ്ങളും. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഈ ചെയ്ത കടങ്ങൾ വീട്ടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണോ, അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടി വന്നപ്പോൾ അപ്പം പറഞ്ഞ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു സംഭവം അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ വേറെ കയ്യിരിപ്പൊന്നുമില്ല, മാറ്റി വെച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നോക്കിയില്ല, വീടങ്ങോട് കൊടുത്തു. ഈ വെച്ച വീടിന്റെ കടങ്ങൾ ബാലൻസ് ഉള്ളതൊക്കെ അങ്ങോട്ട് വീട്ടിൽ സ്വസ്ഥായി. നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അതാണ് ഏറ്റവും വലിയൊരു. പിന്നെ ആക്ച്വലി ആ പറഞ്ഞ കാര്യത്തിന്